ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യമാണ് ഇന്നത്തെ നമ്മുടെ സന്ധ്യാ വചന സന്ദേശം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ക്രിസ്തുവിലുള്ള സഹോദരങ്ങളെ, ഈ അനുഗ്രഹീതമായ സന്ധ്യാസമയത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ നിറയട്ടെ. ഇന്നത്തെ ധ്യാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന തിരുവചനം അതീവ ഹൃദയസ്പർശിയാണ്. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. ഈ ലോകം മനുഷ്യരുടെ കയ്യടികളെയാണ് തേടുന്നത്, എന്നാൽ ദൈവം നമ്മുടെ ഹൃദയത്തെയാണ് അന്വേഷിക്കുന്നത്. മനുഷ്യർ കാണാത്ത കണ്ണുനീർ ദൈവം കാണുന്നുണ്ട്. ആരും അറിയാതെ ചെയ്യുന്ന നന്മകൾ അവിടുന്ന് ഓർക്കുന്നുണ്ട്. മറ്റാർക്കും അറിയാത്ത പോരാട്ടങ്ങളും വേദനകളും എല്ലാം അവിടുത്തെ തിരുമുൻപിൽ ഒരിക്കലും മറഞ്ഞിരിക്കുന്നില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നു, പക്ഷേ ആരും അറിയുന്നില്ല. നമ്മൾ ഉപവസിക്കുന്നു, ആരും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നു, ആരും അഭിനന്ദിക്കുന്നുമില്ല. നമ്മൾ നമ്മുടെ കുരിശ് ചുമക്കുന്നു, പക്ഷേ അത് കാണാൻ ആരുമില്ല. എന്നാൽ യേശു തമ്പുരാൻ ഇന്ന് നമ്മോട് പറയുന്നു, നിന്റെ പിതാവ് ഇതെല്ലാം കാണുന്നുണ്ട്. എത്ര വലിയ ഒരു ആശ്വാസകരമായ ഒരു തിരുവചനമാണ് ഈ ഭാഗം. സഹോദരങ്ങളെ, ദൈവരാജ്യത്തിൽ ഒന്നും വെറുതെയാകുന്നില്ല. ഒരു സ്നേഹപൂർവമായ വാക്ക്, ഒരു രഹസ്യ പ്രാർത്ഥന, ഒരു കണ്ണുനീർത്തുള്ളി, ഒരു ആത്മാർത്ഥമായ പശ്ചാത്താപം, ഇവയെല്ലാം ദൈവസന്നിധിയിൽ വിലപ്പെട്ട നിക്ഷേപങ്ങൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും അംഗീകാരം ആഗ്രഹിക്കുന്നു. നമ്മുടെ സേവനം ആരെങ്കിലും കാണണം, നമ്മുടെ ത്യാഗം ആരെങ്കിലും പ്രശംസിക്കണം എന്ന ചിന്ത ഒരുപക്ഷേ നമ്മുടെയൊക്കെ ഉള്ളിലേക്ക് കടന്നു വരാം. എന്നാൽ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. മനുഷ്യരുടെ പ്രശംസ തേടുന്നവർക്ക് മനുഷ്യരിൽ നിന്നുള്ള പ്രതിഫലം മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ജീവിക്കുന്നവർക്ക് സ്വർഗീയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ഇന്ന് നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാനാണോ? ഞാൻ ചെയ്യുന്ന നന്മ ദൈവസ്നേഹത്തിൽ നിന്നാണോ? അല്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിച്ചാണോ? ഈ സന്ധ്യയിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സാക്ഷിയെ പരിശോധിക്കട്ടെ. എത്ര പ്രാവശ്യം നാം ആത്മീയ ജീവിതത്തെ പോലും ഒരുപക്ഷെ ഒരു പ്രകടനമാക്കി മാറ്റിയിരിക്കുന്നു. എത്ര പ്രാവശ്യം നാം ദൈവത്തേക്കാൾ മനുഷ്യരുടെ അഭിപ്രായത്തിന് പ്രാധാന്യം നൽകി. എത്ര പ്രാവശ്യം നാം പുറമേ വിശുദ്ധരായി കാണപ്പെടുവാൻ ശ്രമിച്ചപ്പോൾ ഉള്ളിൽ ആത്മീയ ശൂന്യത അനുഭവിച്ചു. ഇന്നത്തെ ഈ തിരുവചനം നമ്മെ വീണ്ടും അന്തർജീവിതത്തിലേക്ക് വിളിക്കുന്നു. അടഞ്ഞ വാതിലിനകത്ത് പ്രാർത്ഥിക്കുന്ന ആത്മാവിനെ ദൈവം സ്നേഹിക്കുന്നു. രഹസ്യമായി പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയത്തെ ദൈവം സ്വീകരിക്കുന്നു. നിശബ്ദമായി സ്നേഹിക്കുന്ന മനുഷ്യനെ ദൈവം അനുഗ്രഹിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഒരാൾ പറയുന്നുണ്ടാകാം, എൻ്റെ ജീവിതം ആരും കാണുന്നില്ല. പക്ഷേ ദൈവം പറയുന്നു, ഞാൻ കാണുന്നുണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. നിന്റെ കണ്ണുനീർ ഞാൻ ശേഖരിക്കുന്നുണ്ട്. നിന്റെ വേദന എനിക്കറിയാം. നിന്റെ വിശ്വസ്തത ഞാൻ മറക്കുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രതിഫലം എപ്പോഴും പണമോ പ്രശസ്തിയോ അല്ല. അവിടുന്ന് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം അവിടുത്തെ സാന്നിധ്യമാണ്, ഹൃദയത്തിൻ്റെ സമാധാനമാണ്, പാപക്ഷമയാണ്, വിശുദ്ധിയുടെ കൃപയാണ്, നിത്യജീവന്റെ പ്രത്യാശയാണ്. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമുക്കൊരുമിച്ച് ഒരു തീരുമാനമെടുക്കാം. ആരും കാണാത്തപ്പോഴും ഞാൻ വിശ്വസ്തനായിരിക്കും. ആരും അഭിനന്ദിക്കാത്തപ്പോഴും ഞാൻ നന്മകൾ ചെയ്യും. ആരും അറിയാത്തപ്പോഴും ഞാൻ പ്രാർത്ഥിക്കും. കാരണം
എൻ്റെ പിതാവ് ഇവയെല്ലാം കാണുന്നുണ്ട് എന്ന ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. അവിടുന്ന് യഥാസമയം പ്രതിഫലം നൽകും. നമ്മുടെ ജീവിതം മനുഷ്യരുടെ കണ്ണുകൾക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാനായിരിക്കട്ടെ. ഇന്നത്തെ രാത്രി വിശ്രമിക്കുവാൻ പോകുന്നതിന് മുൻപ് ഒരു നിമിഷം നിശബ്ദമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം അവിടുത്തെ മുൻപിൽ തുറന്നു വയ്ക്കാം. നമ്മുടെ പാപങ്ങൾ നമുക്ക് ഏറ്റുപറയാം. അവിടുന്ന് നമ്മെ പുതുക്കട്ടെ. കാരുണ്യവാനായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഈ സന്ധ്യയിൽ ഞങ്ങൾ താഴ്മയോടെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. പലപ്പോഴും അങ്ങയേക്കാൾ മനുഷ്യരുടെ പ്രശംസ തേടിയതിന് ഞങ്ങളോട് കരുണയുണ്ടാകണം. പുറമേ നല്ലവരായി കാണപ്പെടാൻ ശ്രമിച്ചിട്ടും ഉള്ളിൽ അങ്ങിൽ നിന്ന് അകന്നുപോയ ആ നിമിഷങ്ങൾക്കായി തമ്പുരാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. രഹസ്യത്തിലെ പ്രാർത്ഥനകൾ അവഗണിച്ച ദിവസങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ അഹങ്കാരവും ഞങ്ങളുടെ സ്വാർത്ഥതയും ഞങ്ങളുടെ വ്യാജഭക്തിയും അവിടുന്ന് കഴുകിക്കളയണമേ. വിശുദ്ധ ഹൃദയം ഞങ്ങളിൽ സൃഷ്ടിക്കണമേ. സത്യസന്ധമായ ഒരു വിശ്വാസം ഞങ്ങളിൽ വളർത്തിത്തരണമേ. അങ്ങയുടെ മുൻപിൽ വിനയത്തോടെ നടക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോ കുടുംബത്തെയും തമ്പുരാനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. രോഗികളായവരെ സുഖപ്പെടുത്തണമേ. നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശ നൽകണമേ. കണ്ണുനീർ പൊഴിക്കുന്നവർക്ക് തമ്പുരാനെ ആശ്വാസം നൽകണമേ. പാപത്തിൽ അകപ്പെട്ടവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. ഞങ്ങളുടെ രാത്രിയെ സമാധാനപൂർണമാക്കണമേ. അനുഗ്രഹപൂർണമായ നല്ല ഒരു പ്രഭാതം കണ്ടുണരുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, സ്തോത്രം ചെയ്യുവാൻ തമ്പുരാനെ ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുമാറാകണമേ. ദുഷ്ടശക്തികളുടെ എല്ലാ അക്രമങ്ങളിൽ നിന്നും തമ്പുരാനെ ഞങ്ങളെ അവിടുന്ന് കാത്തു സൂക്ഷിക്കണമേ. നാളെ ഒരു പുതിയ ദിനം അങ്ങയുടെ കൃപയിൽ ആരംഭിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന ക്രിസ്തുവായ ഞങ്ങളുടെ കർത്താവിലൂടെ അങ്ങ് അവിടുന്ന് സ്വീകരിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.